ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെൻസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അയർലൻഡിലെ നമ്മുടെ പുതിയ വീട് എങ്ങനെ നമ്മൾ ചിലവ് ചുരുക്കി ഇൻറ്റീരിയർ സ്വയം ചെയ്തു എന്നാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ ഡബ്ലിൻ ഹോളിസ്റ്റൗണിലെ കിൽമാർട്ടിൻ ഗ്രോ എന്ന പുതിയ ഡെവലപ്മെൻ്റ് ആണ്. നമുക്കാട്ടോ ഈ ഡെവലപ്മെൻറ്റിൽ ആദ്യമായിട്ട് കീ കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾ ഒരു മാസത്തിന് മുകളിൽ എടുത്തു നമ്മുടെ ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്ത് താമസാക്കാൻ വേണ്ടിയിട്ട്. ഈ ടി വി യൂണിറ്റും നമ്മുടെ പ്രയർ യൂണിറ്റും കൂടെ ചെയ്യാനായിട്ട് 3000 യൂറോ ആണ് കേട്ടോ പറഞ്ഞിരുന്നത്. അത് ഞങ്ങൾ വെറും ഒരു 1000 യൂറോയിലാണ് പിന്നീട് നമ്മൾ ചെയ്തത്. നമ്മൾ സ്വയമാണ് ചെയ്തത്. അതിന് കുറച്ചൊക്കെ റിസർച്ച് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയാട്ടോ കീ കിട്ടുമ്പോൾ ഉണ്ടായിരുന്നേ. നമുക്ക് ആകെ കൂടി പെയിൻറ്റ് ചെയ്ത വാള് 4 ചുമര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലോർ തൊട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മളാണ് ചെയ്തത്. പ്രയർ യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോണിൻ്റെ വാൾ ടൈൽസ് ആണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ ബ്ലാഞ്ചസ്റ്റൗൺ ബ്ലൂ ചിപ്പ് ടൈൽസിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയത്. നമ്മളിത് സിമ്പിളായിട്ട് ഗ്ലൂ ചെയ്ത് വാളിൽ ഒട്ടിക്കാവുന്നതാണ്. വുഡീസിന്ന് നോ മോർ നെയിൽസ് എന്ന ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തത്. നന്നായി ഒട്ടുന്ന ഗ്ലൂ ആട്ടോ ഇതിന് പലതരം ഗ്ലൂ ഉണ്ട്. 20 മിനിറ്റ്സിൻ്റെ ഗ്ലൂ ഉണ്ട്, 24 hours കൊണ്ട് ഒട്ടുന്ന ഗ്ലൂ ഉണ്ട്. നമ്മൾ 20 മിനിറ്റ്സിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. പെട്ടെന്ന് ഒട്ടും, ആന ഒത്തിയാലും പോരാത്ത രീതിയിലാണ് കേട്ടോ ഒട്ടുന്നത്. ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് തിരിച്ച് പറിച്ചെടുക്കാൻ നോക്കിയാൽ പോലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ നോക്കി എടുത്തിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് മെഷർമെൻറ്റിൽ ക്ഷമയും സമയമൊക്കെ എടുത്ത് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. വേറെ ഒരു പൈസ ഒന്നും പുറത്തുനിന്ന് നമ്മൾ ലേബർ കോസ്റ്റ് ഒന്നും ചിലവാക്കേണ്ട കാര്യമല്ല. ഇവിടെ അയർലൻഡിൽ ഒത്തിരി ലേബർ കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. നമ്മൾ ഈ സാധനങ്ങൾ മേടിക്കുന്ന കോസ്റ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നോ മോർ നെയിൽസിൻ്റെ ഗ്ലൂ. 20 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഒട്ടുന്ന ഗ്ലൂ. ഇത് പെട്ടെന്ന് ഒട്ടും. 20 മിനിറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും കുറച്ച് നേരമൊക്കെ ഒന്ന് നമ്മളൊന്ന് ഞെക്കി പിടിച്ച് നിൽക്കണം. ഗ്ലൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോയിൻ വലുപ്പത്തിൽ ഗ്ലൂ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് PVC പാനൽസാണ് യൂസ് ചെയ്തത്. വുഡ് പോലെ തന്നെ തോന്നിക്കും. അതും നമ്മൾ ബ്ലൂ ചിപ്സിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഗ്ലൂ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ PVC പാനൽസും വുഡൻ പാനൽസും ടൈലും എല്ലാം കൂടെ വാളിൽ ഒട്ടാവുന്ന ഗ്ലൂ വേണം ചൂസ് ചെയ്യാൻ. TV യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ പാനൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. വുഡീസിൽ നിന്നാണ് അത് നമ്മൾ മേടിച്ചത്. ഒരു പാനലിന് 90 യൂറോ വരുന്ന ഒരു 4-5 പാനൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വാളിൻ്റെ കറക്റ്റ് സൈസിന് മെഷർ ചെയ്ത് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് നോ മോർ നെയിൽസിൻ്റെ ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ഒട്ടിച്ചത്. ഈ ജീസസിൻ്റെ പെയിൻറ്റിങ്ങും ഞാൻ ചെയ്തതാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ പ്രയർ യൂണിറ്റും TV യൂണിറ്റും നല്ല ഭംഗിയായിട്ട് വന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. 3000 യൂറോ പറഞ്ഞിട്ട് നമ്മൾ 1000 യൂറോയിൽ ഒതുക്കി നമ്മളൊരു 2-3 ദിവസം കൊണ്ടാണ് ഇത് ചെയ്തത്. ഇനിയും ഇതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. LED ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. ഞങ്ങൾ വീണ്ടും ഇങ്ങനെ കുറച്ചേശെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന റേഡിയേറ്റർ കവർ ഓർഡർ ചെയ്തത് ലോറ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു UK ഫർണിച്ചർ കടയിൽ നിന്നാണ്. പിന്നെ ഡോറിൻ്റെ പുറകിൽ 2 ഷൂ റാക്ക് സെറ്റ് ചെയ്ത് അത് ഐക്കിയെന്നാണ്. സോഫ ഹാർവിനോമിലെ ഇലക്ട്രിക് റിക്ലൈനേഴ്സ് ആണ്. നമ്മൾ മൂവി ഫാൻസ് ആയതുകൊണ്ട് കിടന്ന് മൂവി കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഹാർവിനോമിലാണെങ്കിൽ ഹം എന്ന് പറഞ്ഞ ഒരു 36 months ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ വീടിനെ കുറിച്ചുള്ള വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.